ഒരു മിനി സെൻറ്റൻസ് ചെറിയത്, അതിലുള്ള 3 പോയിന്റും ഡിസ്കസ് ചെയ്യാം. 1, ഞാൻ വീട്ടിലേക്ക് പോയി, നീ വീട്ടിലേക്ക് പോയോ എന്നൊക്കെ ചോദിക്കുവാൻ സാഹിത്യ അറബിയും ഗൂഗിളും അതുപോലെ തന്നെ ജെമിനിയും നിങ്ങൾക്ക് തരിക ദഹബ്തൽ ബൈത്ത് എന്നാണ്. ദഹബ്ത് ഇലൽ ബൈത്ത് എന്നാണ് തരിക. ദഹബ്ത് ഇലൽ ബൈത്ത്, ദഹബ്തു ഞാൻ പോയി, ഇലൽ ബൈത്ത് വീട്ടിലേക്ക്. അവിടെ ഈ ദഹബ എന്നത് ചിത്രത്തിൽ ഇല്ലാത്തൊരു സാധനമാണ്. പഴയ സാഹിത്യ അറബിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സംസാര ഭാഷയിൽ അതിന് 3 വേർഷൻ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ചില വിശദീകരണങ്ങളോട് കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നുകൂടി അപ്ഡേഷൻ ചെയ്ത് പഠിക്കാമല്ലോ. അതിന് പറയാം റഹ്തൽ ബൈത്ത്. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ യാ മുദീർ അൻത റഹ്തൽ ബൈത്ത് യാ സയ്യിദ്, റഹ്ത് എന്ന് ചോദിക്കുക. അതാണ് 1. രണ്ടാമത്തെ ഒരു വാക്ക് മശൈത്ത് യാ അമ്മി, അതാണ് ഒന്നും കൂടി ബെറ്റർ. പക്ഷെ നിങ്ങൾ നടന്നോ എന്ന് ചോദിക്കുക. ഞാൻ നടന്നിട്ടോ എന്നറിയില്ലേ, ഞാൻ നടന്നു, സത്യமான വണ്ടിയിലാണ് പോണത്, എന്നാലും നമ്മൾ നടന്നു എന്ന് പറയുന്നൊരു പ്രയോഗമാണ്, ജസ്റ്റ് പോയി എന്ന അർത്ഥത്തിനാണ് പറയാം. അപ്പം മഷെയ്ത്ത് എന്ന് ചോദിക്കാം, മഷെയ്ത്ത്. ഓക്കെ, അപ്പം റഹ്തൽ ബൈത്ത് അത് റഹ്തു എന്നതിനും റഹ്ത എന്നതിനും റഹ്തി എന്ന ലേഡീസ് വെർഷനൊക്കെ ത് എന്നതിൽ നിന്ന് സാധാരണ പറയുന്നത് കൊണ്ട് 3 മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടത്. ഓക്കെ, റഹ്തൽ ബൈത്ത് യാ സയ്യിദ്, റഹ്തി എന്നൊന്നും വ്യക്തമാക്കേണ്ടതില്ല, റഹ്തൽ ബൈത്ത്. ഓക്കെ, അവിടെ 3ാമത്തെ ഒന്ന് സിർത്ത് എന്നാണ്. വല്ലാഹി സാറ എന്ന വാക്ക് എമിറേറ്റ്സിൽ UAE യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സാറയാണ്. സാർ വല്ല സിർത്ത് എല്ലാ ഹബീബാൻ സിർത്ത് അബുദാബി സിർത്ത് സാറ സിർത്ത്. ഓക്കെ, അപ്പം നമ്മൾ 3 പറഞ്ഞു. പോയി എന്നതിന് ദഹബക്ക് പകരം 3 വാക്കാണ് ഉപയോഗിക്കുക. 3-1 ഏത് ഉപയോഗിക്കാം? ഒന്ന് ആദ്യം പറഞ്ഞ റാഹ് എന്നാണ്. അപ്പോൾ റഹ്ത്. മറ്റേ റഹ്ത് യാ സയ്യിദ്, യാ ഹബീബി റഹ്ത് യാ അമ്മി, റഹ്ത് നിങ്ങൾ പോയോ? അയ്യോ അല്ലാ അന റഹ്ത് കബിൽ ഷോയ്യ, അന റഹ്തു കബിൽ ഷോയ്യ, ഞാൻ ഒരല്പം പോയി എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ഒന്ന് മഷൈത്ത്, വല്ലാന മഷൈത്ത്, മഷൈത്ത് യാ അസീസി, മഷൈത്ത് നടന്നോ എന്നാണെങ്കിൽ പോലും പോയി എന്നർത്ഥത്തിനാണ്. 3ാമത്തെ സിർത്ത് എന്ന എമിറേറ്റ്സിലാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇതിൻ്റെയൊക്കെ ഒന്ന് ഞാൻ പുറപ്പെട്ടു എന്നാണെങ്കിൽ, ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഓഫീസ് അടച്ച് അതുകൊണ്ട് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, അപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി, ഞാൻ ഹബീബി തലാത്ത്. ഇത് 3 അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, തലാത്ത് എന്നാണ്. തല എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്, അതായത് പുറത്തു പോയി എന്നർത്ഥമല്ല, പുറപ്പെട്ടു എന്നർത്ഥം. ഇതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഇതിൽ പറയാനുള്ളത്, 2 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടോ, ഇനിയൊരു പോയിന്റ് കൂടി പറയാനുള്ളത് ഇലൽ ബൈത്ത് എന്നത് വേണ്ടാന്നാണ്. റഹ്തു ഇലൽ ബൈത്ത്, അതാണ് എൻ്റെ കറക്റ്റ് പാറ്റേൺ. ടു മൈ ഹോം എന്ന് പറയാം. ഇലൽ ബൈത്ത് പറയണ്ട, ഇല സൂക്ക് പറയണം. റഹ്തൽ ബൈത്ത്, അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആശയം മനസ്സിലാകും. മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അറബിക്യൂന് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. ഇത്രയും മൈന്യൂട്ടായ പഠനം ആവശ്യമുള്ളവർ അങ്ങോട്ട് വരി, തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടാവും. മാക്സലാം.